നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കണം. തെറ്റുകൂടാതെ ഓതാൻ നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ നന്നായി പഠിക്കാൻ ശ്രമിക്കണം. അതിനൊരു പ്രായപരിധി നമ്മൾ കണക്കിലെടുക്കരുത്. കാരണം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കൽ നിർബന്ധമല്ലേ? ആ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ എല്ലാ നിസ്കാരത്തിലും നമുക്ക് നിർബന്ധമല്ലേ? അതുകൊണ്ട് ആ സൂറത്ത് പഠിച്ചിരിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമല്ലേ? ഇന്ന് നമ്മുടെ ഒരു വാപ്പാക്ക് 5 മക്കളുണ്ടെങ്കിൽ ആ 5 മക്കൾക്ക് ഒരാൾക്ക് പോലും ഇമാമ് നിൽക്കാൻ ധൈര്യമില്ല, ഒരാൾക്ക് പോലും ഇമാമ് നിൽക്കാനുള്ള ധൈര്യമില്ല. കാരണം എന്താണ്? എങ്ങാനും നിന്നിട്ട് തെറ്റിപ്പോയാൽ എന്റെ വാപ്പാന്റെ നിസ്കാരം ബാത്തിലാകുമല്ലോ എന്ന പേടികൊണ്ട് പള്ളിയിലുള്ള ഇമാമിനെ അങ്ങ് നിർത്തുകയാണ്. നമുക്ക് ഖുർആൻ ഓതാൻ അറിയണം. ഒരു നിസ്കാരത്തിന് ഇമാമ് നിൽക്കണമെങ്കിൽ ആ ഇമാം ആരായിരിക്കണം? പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നയാളായിരിക്കണം. പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ അറിയുന്നയാളായിരിക്കണം. റാ ഉച്ചരിക്കേണ്ടടുത്ത് റാ ഉച്ചരിക്കാൻ കഴിയണം. പുള്ളിയുള്ള ഖാഫ് ഉച്ചരിക്കേണ്ടടുത്ത് പുള്ളിയുള്ള ഖാഫ് തന്നെ ഉച്ചരിക്കണം. ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങളും അതിന്റെ മഖ്റജ് അനുസരിച്ച് ഓതാൻ നമുക്ക് കഴിയണം. എങ്കിലേ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ശൈലിയിൽ ഓതാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ട രീതി എങ്ങനെയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സയ്യിനൂ അസ്വാതകും ബിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് നല്ല ശൈലിയിലും നല്ല ഈണത്തിലും ഓതാൻ കഴിയണം. നമുക്ക് എത്ര ഭംഗിയിൽ ഓതാൻ കഴിയുമോ അത്രയും നല്ല ഭംഗിയിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതാൻ ശ്രമിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിലെ ഏറ്റവും നശിച്ചവർ ആരെന്നറിയുമോ? അവർ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്തവരാണ്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആനൽ മഹ്ജൂറാ. പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ വേണ്ടത് രൂപത്തിൽ പരിഗണിക്കാതെ, ആ പരിശുദ്ധമായ ഖുർആൻ വേണ്ട രൂപത്തിൽ അതിനെ പരിഗണിക്കാത്തവർ, അതിനെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കാത്തവർ, അവർക്ക് ഏറ്റവും വലിയ നാശമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാനാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കാനാണ്. ഒരൊറ്റൊരു വിഷയം, ഒരൊറ്റൊരു ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശത്രുഭാഗത്ത് നിന്ന് സഫ്വാൻ അവിടുന്ന് കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, ഹബീബായ തങ്ങളെ വധിക്കാനുള്ള ചർച്ച നടക്കുകയാണ്. ആ സമയത്ത് ഉമൈർ ഇബ്നു വഹബ് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് ഉമൈർ ഇബ്നു വഹബ് അവിടുന്ന് പറയുകയാണ്, എന്റെ മകൻ വഹബിനെ അതാ അവർ തടങ്കിലാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ മകൻ വഹബിനെ അവരതാ തടങ്കിലാക്കി വെച്ചിരിക്കുകയാണോ? മാത്രമല്ല, എനിക്ക് ഒരുപാട് കടങ്ങളുമുണ്ട്. എൻ്റെ ഭാര്യയെയും മക്കൾക്കും ചെലവ് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടെങ്കിൽ എൻ്റെ കടങ്ങൾ വീട്ടാനും എൻ്റെ ഭാര്യ മക്കളുടെ ചെലവ് കൊടുക്കാനുള്ള ആളുണ്ടെങ്കിൽ മുഹമ്മദിന്റെ തലയെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഉമൈർ ഇബ്നു വഹബ് പറയുമ്പോൾ
സഫ്വാൻ പറയുകയാണ്, നിന്റെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടിത്തരാം, നിന്റെ ഭാര്യമക്കൾക്ക് ഞാൻ ചെലവ് കൊടുക്കാം, നിനക്ക് മുഹമ്മദിന്റെ തലയെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉമൈർ ഇബ്നു വഹബദ അവിടുന്ന് ഊരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്തേക്ക് പോവുകയാണ്. ഇലാ ഹദറത്ത് റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സവിധത്തിലേക്കതാ ഉമൈർ ഇബ്നു വഹബദ ഊരിപ്പിടിച്ച വാളുമായി പോവുകയാണ്. ആ സമയത്തതാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരം കഴിഞ്ഞതാ റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്തതാ ഉമൈറിന്റെ വരമെന്ന് കാണുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമൈറിന്റെ വരവങ്ങ് കാണുമ്പോൾ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവായ ഉമൈർ ഇബ്നു വഹബ് ഉണ്ടല്ലോ, ആ ഉമൈർ ഇബ്നു വഹബല്ലേ വന്നിരിക്കുന്നത്. ആ കയ്യിലതാ ഊരിപ്പിടിച്ച വാളുമായിട്ടല്ലേ ഉമൈറിന്റെ വരവ്. അതാ ഉമൈർ എങ്ങോട്ടാ പോകുന്നത് അറിയുമോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിലേക്കാണ് പോകുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഹബീബായ തങ്ങളുടെ റൂമിന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. ഹബീബായ തങ്ങൾ വിചാരിക്കുകയാണ്, ഇതുവരെ ഇല്ലാത്ത ഉമർ എന്തിനാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഉമറെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഊരിപ്പിടിച്ച വാളുമായി ഉമൈർ വന്നിരിക്കുകയാണ്, ഉമൈർ ഇബ്നു വഹബ് വന്നിരിക്കുകയാണ്, യാ റസൂലല്ലാഹ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഉമറെ തടുക്കരുത്. ഉമർ ഇബ്നു തങ്ങളോട് പറയുകയാണ്, അദ്ദേഹത്തെ തടുക്കരുത്, അദ്ദേഹത്തെ കയറ്റിവിടൂ, അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടതാ ഉമർ തങ്ങളെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ അതാ ഉമൈർ ഇബ്നു വഹബ് ഹബീബായ തങ്ങളെ ചാരത്തേക്കങ്ങ് വരികയാണ്. ഉമൈർ ഇബ്നു വഹബ് ഹബീബായ തങ്ങളെ ചാരത്തേക്ക് വരികയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഉമൈറെ വന്നതെന്ന് ചോദിക്കുകയാണ്. ഉമൈർ ഇബ്നു വഹബ് പറയുകയാണ്, എന്റെ മകൻ വഹബിനെ ഇവിടെ തടങ്കിലാക്കിയിട്ടുണ്ട്, അവനെ വിട്ടുതരണം എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും കൂടെ ചോദിച്ചു, സത്യം പറയൂ ഉമൈർ, എന്തിനാണ് അങ്ങ് വന്നത് എന്ന് പറയൂ. വീണ്ടും മുത്തുനബിയോട് വീണ്ടും പറയുകയാണ്, ആ വഹബിനെ വിട്ടുതരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഉമൈർ പറയൂ, എന്തിനാണ് വന്നത്? വീണ്ടും അവിടുന്ന് ഉമൈർ പറയുകയാണ്, എന്റെ മകൻ വഹബിനെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമൈറേ, നീയും സഫ്വാനും ഒരു കരാർ ചെയ്തിട്ടല്ലേ വന്നത്? നിന്റെ കടങ്ങളെല്ലാം സഫ്വാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ ഭാര്യ സന്താനത്തിന്റെ ചെലവുകളെല്ലാം സഫ്വാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നിട്ട് മുഹമ്മദിന്റെ തലയെടുക്കാൻ വന്നവനല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ച സമയത്തതാ നീ അതിനല്ലേ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടുന്നതാ ഉമൈറിന്റെ കയ്യിൽ നിന്നതാ വാളങ്ങ് വീണു പോവുകയാണ്.
എന്നിട്ടതാ ഉമൈർ ഇബ്നു വഹബ് ഇബ്നു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് തീർച്ചയായും റസൂലാണ്, അങ്ങ് തീർച്ചയായിട്ടും റസൂലാണ്. കാരണം ഞാനും സഫ്വാനും മാത്രമുള്ള സംഭാഷണമാണ്, എന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളും ഈ വിഷയം അറിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെയാണ് റസൂലെ അങ്ങ് അറിഞ്ഞത്? അങ്ങ് റസൂലാണ്, അങ്ങ് അള്ളാഹു അറിയിച്ചു തന്നതാണ്. അതുകൊണ്ട് ഞാനിതാ മുസ്ലിമായിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞിട്ടതാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലിക്കൊണ്ടതാ മുസ്ലിമാവുകയാണ്. അതിനുശേഷം അതാ ഉമൈർ ഇബ്നു വഹബ് പറയുകയാണ്, നബിയേ ഞാനങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമൈറേ, നിനക്ക് പോകാൻ സമയമായിട്ടില്ല. നീ പരിശുദ്ധമായ ഖുർആൻ പഠിക്കണം, അതിന്റെ നിയമങ്ങൾ പഠിക്കണം. ആ പരിശുദ്ധമായ ഖുർആൻ നീ നല്ലതുപോലെ പഠിക്കണം. ആ പഠിച്ചിട്ട് എന്താക്കണം? നീ പോകണം. എന്നിട്ടതാ സ്വഹാബത്തുൽ കിറാമിനെ അങ്ങ് വിളിക്കുകയാ.